ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രത്തിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ഗ്ലാമറിന് പിന്നാലെ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ ഇപ്പോഴും പറയും, ഗ്ലാമർ താങ്കളുടെ പിന്നാലെയാണ് ഓടുന്നത്. താങ്കൾക്കൊരു പ്ലേ ബോയ് ഇമേജും ഉണ്ട്. ഗ്ലാമർ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ബൈ ദ വേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പക്ഷെ താങ്കൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് താങ്കൾക്കൊരു പ്ലേ ബോയ് ഇമേജ് ഉണ്ടായിരുന്നു, അത് താങ്കൾക്ക് ഇഷ്ടമായിരുന്നു. പ്ലേ ബോയ് ഇമേജ് എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ ചോദ്യം കൂടുതൽ ചോദിക്കുന്നത്. എക്സാക്ട്ലി. പക്ഷേ ഗ്ലാമറൊന്നും അത്രയൊന്നുമില്ല. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പാർട്ടിക്ക് പോകും, അത്രയൊക്കെ ഉള്ളൂ. അത് നോർമൽ. താങ്കൾ ധരിച്ചിരുന്ന ടീഷർട്ടുകളിൽ ബിഗ് ബോയ്സ് പ്ലേ അറ്റ് നൈറ്റ് എന്ന് എഴുതിയതായിട്ട് ഞാൻ കേട്ടു. ഇത് നിങ്ങൾ പാകിസ്ഥാന്റെ പ്രസ്സിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഐ തിങ്ക് നിങ്ങൾക്കാർക്കും ഞാൻ അങ്ങനെ ഒരു ടീഷർട്ട് ഇട്ടതായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഇട്ടിട്ടും ഉണ്ടാവില്ല. മധ്യപ്രദേശിലുള്ള ബുരാങ്പൂർ ജില്ലയിൽ 4 മക്കളുടെ അമ്മ വസീം അക്രത്തിന്റെ ഫാനാണ്. അവരെന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും മറന്ന് വസീം അക്രത്തിനെ സ്വന്തം ഭർത്താവായിട്ട് അംഗീകരിച്ചെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണ് ഒരു ഗ്ലാമറസ് ബോയ് ആയിട്ട് മാറുന്നത് പറയൂ? അല്ല, ഞാനും ഈ ന്യൂസ് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ ഈ പ്രോഗ്രാം ഒരു പക്ഷേ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു ഫാമിലി ഉണ്ട്. നിങ്ങളുടെയും കല്യാണം കഴിഞ്ഞതാണ്, നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെ ശ്രദ്ധിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്കുക. മറ്റൊരാൾ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, വൺ ഡേ മാച്ച് ഞാൻ ടി വി കണ്ടതിന് ശേഷം അക്രത്തെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ, അതായത് ഞാൻ അദ്ദേഹത്തെ ഭർത്താവിനെ പോലെ കാണുന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പാവം, അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ബട്ട് ഐ തിങ്ക്, ലൈക്ക് ഐ സെഡ്, ഞാൻ നിങ്ങളോട് ഇതേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെയും കുട്ടികളെയും ശ്രദ്ധിക്കുക. 4 കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അവര് 4 മക്കളുടെ അമ്മയല്ലാതെ 18-19 വയസ്സുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ അപ്പൊ പരിഗണിക്കായിരുന്നു. ഞാൻ ഇതും വായിച്ചിരുന്നു, താങ്കൾക്ക് ഒരു സിനിമയിൽ റോൾ ഓഫർ ചെയ്തിരുന്നു. അത് ഇന്ത്യൻ സിനിമയിൽ. പൂജ ഭട്ട് താങ്കൾക്ക് ഫിലിമിൽ ഓഫർ ചെയ്തിരുന്നു. അതെ, അതൊരു 1.5 വർഷം മുന്നേ ആയിരുന്നു. അപ്പോൾ താങ്കൾ ആലോചിച്ചില്ലേ? ഞാൻ മറ്റുള്ള ക്രിക്കറ്റേഴ്സിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചു. ഞാൻ സച്ചിന്റെ അജയ് പടം കണ്ടു. ആ പടത്തിന് ശേഷം വേറെ ഓഫറൊന്നും കിട്ടിയില്ല. മോഹസിൻ ഖാന്റെ പടം കണ്ടിട്ടുണ്ട്, സന്ദീപ് പട്ടീലിന്റെ പടം കണ്ടിട്ടുണ്ട്. ആൻഡ് ആക്ടിങ് ഈസ് എ പ്രൊഫഷൻ. ആൻഡ് അത് ക്രിക്കറ്റിനേക്കാളും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, വസീം അക്രം 40ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനുപരിയായിട്ട് അദ്ദേഹത്തിന് ആക്ടിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. സോ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, പക്ഷെ എന്നെ കൊണ്ടൊരിക്കലും ഒരു നടനാവാൻ പറ്റില്ല. കൊള്ളാം, താങ്കൾ ധൈര്യമായിട്ട് എല്ലാവരുടെ സിനിമയും കാണാറുണ്ട്. പക്ഷെ ഞാൻ ഒരാളുടെ സിനിമയെ കണ്ടുള്ളൂ, പക്ഷെ അരമണിക്കൂറിൽ കൂടുതൽ കാണാൻ സാധിച്ചു. അതെ, ഞാൻ ബിറ്റ്സ് ആൻഡ് ബോബ്സിൽ കണ്ടിട്ടുണ്ട്. കുറച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഞാനത് കണ്ടു. പക്ഷേ ഒരു ക്രിക്കറ്റർ ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഒരു ക്രിക്കറ്റർ എങ്ങനെ ചെയ്യുന്നു എന്നത് കാണാൻ ആകാംക്ഷയുണ്ടാവും. ഞങ്ങൾ ഒന്നിച്ചാണത് കണ്ടത്. ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു. സോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ എന്റെ കൊളീഗ്സ് തീർച്ചയായിട്ടും എന്നെയും കളിയാക്കിയാനെ. നമ്മുടെ അടുത്ത് സമയം കുറവാണ്. 3ാമത്തെ റോയിൽ അക്രം അങ്കിൾ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുവരെ നിങ്ങളെപ്പോലത്തെ ഒരു ബൗളർ ഇല്ലാത്ത? എന്താ? താങ്കളെപ്പോലുള്ള ബൗളേഴ്സ് ഇന്ത്യൻ ടീമിൽ എന്തുകൊണ്ടില്ലെന്ന്? മോനെ, ഇപ്പൊ നിങ്ങളുടെ ടീമിൽ ഒരു പുതിയ പ്ലെയർ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ RP സിംഗ് ഉണ്ട്, ഇർഫാൻ പട്ടാനുണ്ട്, പിന്നെ സഹീർ ഖാനും നിങ്ങളുടെ പക്കലുണ്ട്. പിന്നെ അദ്ദേഹം 5 മാച്ചുകളിൽ 30 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും നല്ല ബോളേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ വിക്കറ്റ് എടുക്കുന്നത് വെച്ച് നോക്കിയാൽ ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഐ മീൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡെഡ് വിക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കാണാൻ തന്നെ ഒരു രസവും ഉണ്ടാവില്ല. സ്പിന്നറിനെ ഔട്ടാക്കുന്നു. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് എങ്ങനെയാണ് ഉയർന്നു വരിക? ഇന്ത്യ, പാകിസ്ഥാൻ. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കൂടെ പാകിസ്ഥാൻ ജയിക്കുകയുണ്ടായി. പക്ഷേ ഡെഡ് വിക്കറ്റ് അവർ ലോ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണുണ്ടായത്. പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങളുടെ രാജ്യത്ത് ഗ്രീൻ വിക്കറ്റ് കണ്ടിട്ടേ ഇല്ല. ഞാൻ 20 വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഫാസ്റ്റ് ബോളേഴ്സിനേക്കാളും സ്പിന്നേഴ്സിനാണ് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. വസീം സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, 1999 ഇന്ത്യ പാകിസ്ഥാനില് ടെസ്റ്റ് മാച്ച് ഒരെണ്ണം ഡൽഹി സംഭവിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതെ, ആ മാച്ചില് നമ്മുടെ അനിൽ കുംബ്ലെ സാർ 9ഓളം വിക്കറ്റ് എടുത്തു. അപ്പൊ നിങ്ങളും വക്കാട്ട് യൂനിസ് സാറും കൂടെ കളിച്ചോണ്ടിരുന്നു. ഗ്രൗണ്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ എന്താ അറിഞ്ഞെന്ന് വെച്ചാൽ, വക്കാർ സാറ് നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, റൺഔട്ട് ആയേക്ക് എന്തിനാന്ന് വെച്ചാൽ അവസാനത്തെ വിക്കറ്റ് അവർക്ക് കിട്ടണ്ടാടാന്ന് പറഞ്ഞ്. സോ വേണോന്ന് വെച്ചാണ് നിങ്ങൾ വിക്കറ്റ് കൊടുത്തതെന്നും പറഞ്ഞ്. അല്ലല്ല, ഞാൻ വേണോന്ന് വെച്ച് കൊടുത്തൊന്നുമല്ല. വഖാർ കെയിം ടു മീ. അത് റൺഔട്ട് എടുക്കാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു. അതൊരു വൈഡ് ബോൾ ആയിരുന്നു. പിന്നെ ശ്രീനാഥ് ആയിരുന്നു ആ ഓവർ ചെയ്യുന്നത്.
വൈഡ് ബോളിംഗ്. പിന്നെ വഖാർ അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അടിച്ചു. പക്ഷേ ആ ക്യാച്ച് ഫീൽഡേഴ്സ് പിടിച്ചില്ല, അതിനെ വിട്ടുകളഞ്ഞു. കാരണം കുംബ്ലേക്ക് 10 വിക്കറ്റ് കിട്ടണമല്ലോ. സോ ഞാൻ പറഞ്ഞു വഖാർ, ഞങ്ങൾ ജനറലായിട്ട് ഡിസ്കസ് ചെയ്യുകയായിരുന്നു, ഒന്നും ഡിസൈഡ് ചെയ്തില്ല. കാരണം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഫൺ ചെയ്തു. സോ ഞാൻ പറഞ്ഞു വഖാർ, ഇതൊക്കെ വിധിയാണ്. അദ്ദേഹത്തിന് 10 വിക്കറ്റ് എടുക്കാൻ വിധിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കും, അതില്ലെങ്കിൽ അത് നടക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഔട്ട് ആവത്തില്ല. ഐ വാസ് ഫേസിംഗ് ഹിം. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഔട്ട് ആവില്ല, ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാമെന്ന്. പക്ഷേ അടുത്ത ബോളിൽ തന്നെ ഞാൻ ഔട്ടായിട്ട് പുറത്തേക്ക് പോയി. പിന്നെ വഖാർ ഔട്ട്. പിന്നെ വഖാർ ഞാൻ ഔട്ടായി പോകുന്നത് നോക്കി നിന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വിധിയുണ്ട് ഇന്ന് 10 വിക്കറ്റ് എടുക്കാൻ. പക്ഷേ ഇതൊന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ അദ്ദേഹത്തിന് ലെക്ക് ഉണ്ടായിരുന്നു, 10 വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അനിൽ കുംബ്ലെ ഗ്രേറ്റ് ബോളർ ആൻഡ് തീർച്ചയായും അദ്ദേഹത്തിന് ഡിസർവിംഗ് ആയിരുന്നു. താങ്കൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടോ, ഇതെന്റെ ജീവിതത്തിൽ ഒരു മിഷനാണ്, ഇത് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ്? ഇപ്പോൾ എൻ്റെ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചു എന്ന് കരുതി? അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു, ഞാൻ ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഇൻസുലിൻ ഡിപ്പെൻഡ് ഫോർ ദ ലാസ്റ്റ് 10 ഇയേഴ്സ്. ഞങ്ങളുടെ റിലീജിയണിൽ ഡയബറ്റിക് ആവുന്നത് ഒരു കുറ്റമാണ്. ജനങ്ങളത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ ഡിസീസ് വന്നാലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെ നോക്കും. പക്ഷേ അത് വരികയാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ നമ്മളെപ്പോഴും കൺട്രോളിൽ വെക്കണം. ഭക്ഷണം നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം. പിന്നെ നല്ലോണം എക്സസൈസ് ചെയ്യണം. പിന്നെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഡയബറ്റിക്സ് ഉള്ള കാര്യം പറഞ്ഞാൽ ചിലർ ഡിവോഴ്സ് അടക്കം ചെയ്യാറുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളും. അപ്പോൾ ഞാൻ 10 സിറ്റികളിലേക്ക് ഇന്ത്യയിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് പോയി. ഫോർ റോസ് ഡയഗ്നോസ്റ്റിക്സ് ഇൻ ഇന്ത്യ ഐ ഹാവ് ബീൻ ടു 10 സിറ്റീസ്. എല്ലാ വലിയ സിറ്റികളിലേക്കും പോയി അവിടെ ജുവനൈൽ ഡയബറ്റിക്സ് പേഷ്യൻസിനെ കണ്ടു. അതായത് കിഡ്സ്. ഒരു കൊച്ചു പയ്യൻ, 5 വയസ്സുള്ള പയ്യൻ, കിഡ് ഡയബറ്റിക്. അവൻ ജീവിതകാലം മുഴുവൻ ഒരു ദിവസം 3 ഇഞ്ചക്ഷൻ എടുക്കണം. 3 ഇഞ്ചക്ഷൻസ് പെർ ഡേ ഓൾ ഹിസ് ലൈഫ്. ആ പാരൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? അതെങ്ങനെയാ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും പിടികിട്ടില്ല. സോ കുട്ടികളെ കണ്ടുമുട്ടി, ഡയബറ്റിക് പേഷ്യൻസിനെ കണ്ടുമുട്ടി അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഈ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? സോ ഐ തിങ്ക് ഇതിനേക്കാളും വലിയൊരു കാര്യം എനിക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ഇന്ത്യയിലും പാകിസ്ഥാനിലും. അപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? താങ്കൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ബോളിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല ബലം ആവശ്യമുണ്ട്. പക്ഷെ ആ സമയത്ത് താങ്കൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു? അതെ, കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ട്. എനിക്ക് ഡയബറ്റിക്സ് വന്നപ്പോൾ എനിക്ക് 31 വയസ്സ്, അതായത് 97-ൽ. ഞാനപ്പോൾ വളരെ വിഷമിച്ചു. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം വന്നു എന്ന് ചിന്തിച്ചു. ചിലർ പറയും സ്വീറ്റ്സ് കഴിച്ചാൽ ഈ രോഗം വരുമെന്ന്. പക്ഷേ സ്വീറ്റ്സിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. അവർക്കൊന്നും അവയർനെസ് ഇല്ല. ചിലർ പറയും തടി ഉണ്ടെങ്കിൽ ഈ രോഗം വരാമെന്ന്. പക്ഷേ ഞാൻ തടിച്ചിട്ടല്ല. എക്സസൈസ് ചെയ്യാത്തവർക്ക് വരുമെന്ന് പറയും. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. സോ അതൊക്കെ തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. എനിക്കും അറിയില്ലായിരുന്നു ഡയബറ്റിക്സ് എന്താണെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ്, എന്തുകൊണ്ട് വരുന്നു എന്ന്. ജനറ്റിക്സ് ആണോ അല്ലെങ്കിൽ ടെൻഷൻ റിലേറ്റഡ് ആണോ എന്ന്. ഒരിക്കൽ നിങ്ങൾക്ക് ഡയബറ്റിക്സ് വന്നു എന്നാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു മോട്ടോയേ ഉള്ളൂ, ഞാൻ നന്നായിട്ട് തന്നെ ജീവിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ ടെൻഷൻ, ഞാൻ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അനാവശ്യമായി ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. സോ എല്ലാ ജനങ്ങളോടും എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇതാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് മൾട്ടിനാഷണൽ കമ്പനീസ്, ഞാൻ അനാവശ്യമായിട്ട് പറയല്ല, മെസ്സേജോട് കൂടി പറയാണ്, മൾട്ടിനാഷണൽ കമ്പനീസ് ജനങ്ങളെ വെച്ച് സമ്പാദിക്കുന്നവർ അവരുടെ 1% ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നോക്കിയാൽ ആർക്കൊക്കെയാണോ ഡയബറ്റിക്സ് ഉള്ളത് അവർക്ക് പെയിൻ ഉണ്ടാവും. എനിക്ക് ഡയബറ്റിക് വന്നപ്പോൾ പെയിൻ ഇല്ലായിരുന്നു. പെയിന് വരികയാണെങ്കിൽ, കിഡ്നി ഫെയിലിയർ ആവുകയാണെങ്കിൽ കാര്യം കഴിഞ്ഞു. സോ പാവം അവർക്ക് എന്താണ് അസുഖമെന്ന് പോലും പിടികിട്ടില്ല. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചെറിയ ഗ്രാമങ്ങളിലുള്ളവർക്ക് എന്തറിയാൻ പറ്റും? സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചെറിയ ഗ്രാമങ്ങളിലേക്ക് പോയി കാർഡിയോളജിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുപോകും, ഡയബറ്റോളജിസ്റ്റിനെയും കൂടെ കൊണ്ടുപോകും. ദിവസം മുഴുവനും ജനങ്ങളെ ചെക്കിംഗ് ചെയ്യും. ഡയബറ്റിക് ഉള്ളവരോട് പറയും, അതായത് ആ രോഗം അവർക്കുള്ളതായിട്ട്. പിന്നെ ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോസ്, ഒരു കമ്പനിയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നിൽ വരികയാണെങ്കിൽ, അവരുടെ പ്രോഫിറ്റിന്റെ 2% രാജ്യത്തിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യമാവും.